മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്ന നടപടികൾ വിലയിരുത്തുന്നതിനായി ഉന്നതതല യോഗം വിളിച്ച മുഖ്യമന്ത്രി ഈ മാസം 27-നാകും യോഗം നടക്കുക. കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേർന്നുണ്ട്. പ്രശാന്ത, വിവിധ ജില്ലകളിലാണ് മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളുള്ളത്. ഇപ്പോഴും പ്രതിഷേധം അലയടിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ കണ്ണൂരിൽ അപകടമുണ്ടായ സ്ഥലത്ത് ഒരുപക്ഷെ ഈ ഒരു യോഗത്തിലെങ്കിലും ശാശ്വതമായ പരിഹാരങ്ങൾ ജനങ്ങൾക്കുണ്ടാകുമോ എന്നാണ് നോക്കിക്കാണേണ്ടത്. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? വിഷ്ണു, ഫെബ്രുവരി 27 ഉച്ചയ്ക്ക് ശേഷം 3:30 സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രിയുടെ കോൺഫറൻസ് ഹാളിലാണ് യോഗം നടക്കുക. മുഖ്യമന്ത്രി കൂടാതെ വനം, ധനകാര്യം, തദ്ദേശ സ്വയംഭരണം, റവന്യൂ, വൈദ്യുതി, ആരോഗ്യം, ജലസേചനം എന്നീ വകുപ്പുകളിലെ മന്ത്രിമാരും യോഗത്തിൽ പങ്കെടുക്കും. കൂടാതെ ചീഫ് സെക്രട്ടറി, വനം, ധനകാര്യം, തദ്ദേശ സ്വയംഭരണം, വൈദ്യുതി വകുപ്പ്, അതോടൊപ്പം തന്നെ ആഭ്യന്തരം, ജലസേചനം, റവന്യൂ വകുപ്പ് സെക്രട്ടറിമാർ എന്നിവർ പങ്കെടുക്കും. കൂടാതെ വനം വന്യജീവി വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഈ യോഗത്തിൽ ഉണ്ടാകും. സംസ്ഥാന പോലീസ് മേധാവിയും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറിയും എന്നിവരും ഈ യോഗത്തിൽ പങ്കാളികളാവും. സംസ്ഥാനത്തിന്റെ പലയിടങ്ങളിലായ വന്യജീവി സംഘർഷങ്ങൾ പെരുകുന്നൊരു സാഹചര്യമുണ്ട്. മനുഷ്യന് ജീവിക്കാൻ കഴിയാത്തൊരു അവസ്ഥയുണ്ട്. പ്രതിഷേധങ്ങളുമായി നാട്ടുകാർ തെരുവിലിറങ്ങുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ഒരു മാസത്തെ കണക്കിലെടുത്ത് അല്ലെങ്കിൽ 2 മാസത്തെ കണക്കെടുത്താൽ പോലും നിരവധി പേരാണ് വന്യജീവി ആക്രമണങ്ങൾക്ക് ഇരയായിരിക്കുന്നത്. ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പ്രതികരണങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ള വിമർശനങ്ങൾ പെരുകുന്നുണ്ട്. അതായത് സംസ്ഥാന സർക്കാരോ വന്യജീവി വകുപ്പോ ഇതുമായി ബന്ധപ്പെട്ട് വനം വകുപ്പോ ഇതിലൊരു നടപടി കൈക്കൊള്ളുന്നില്ല എന്നത് വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അവിടെവിടങ്ങളിൽ യോഗങ്ങൾ നടക്കുന്നതല്ലാതെ മറ്റു നടപടിക്രമങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എന്നടക്കമുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അതിനിടയിൽ ജനങ്ങൾ ഈ ആറളം അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ പ്രതിഷേധവുമായി വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി യോഗം വിളിച്ചിരിക്കുന്നത്. ഈ യോഗത്തിൽ ഇതുവരെ സ്വീകരിച്ച നടപടികൾ വിലയിരുത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ തുടർ നടപടികൾ എന്തൊക്കെ സ്വീകരിക്കണം, ഇതുമായി ബന്ധപ്പെട്ട് ഈ സംഘർഷം കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ സ്വീകരിക്കണം, അതോടൊപ്പം തന്നെ മറ്റു നടപടിക്രമങ്ങൾ എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിലയിരുത്തും. എന്തായാലും മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ടൊരു യോഗം വിളിച്ചിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ടത്. വലിയ രീതിയിൽ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷമാണ് ഇത്തരത്തിൽ യോഗം വിളിക്കുവാൻ മുഖ്യമന്ത്രി തയ്യാറായിരിക്കുന്നത്. ഫെബ്രുവരി മാസം 27-നാണ് ഉച്ചയ്ക്ക് 3:30 ശേഷം സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രിയുടെ കോൺഫറൻസ് ഹാളിലാകും യോഗം നടക്കുക. വിഷ്ണു, ശരി, പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്.